ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിൻ്റെ 54-ാമത്തെ ദിവസം. ഈ ദിവസത്തിനെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ ഇറ്റ്സ് ഓൾ അബൌട്ട് അനീഷ്, ഷാനവാസ്, ആദില, നൂറ. അതിൽ ആദില, അനീഷ് ആണ് കുറച്ചും കൂടി സ്ട്രോങ് ആയി നിൽക്കുന്നതെന്ന് തോന്നുന്നു. ചില സമയത്ത് അനീഷ്, ഷാനവാസ് എന്നുള്ളതാണ് ഗെയിമായിട്ട് മാറുന്നതെന്ന് തോന്നുന്നു. എന്തായാലും അന്നത്തെ ദിവസം രാവിലെ നമ്മൾ 1 hour എപ്പിസോഡിൽ ആദ്യം കണ്ടു തുടങ്ങുന്ന കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. നൂറയ്ക്കുള്ള മരുന്ന്. ഇത് എല്ലാ ദിവസവും ബിഗ് ബോസ് ഓരോ ആളുകൾക്കുള്ള മരുന്ന് അവിടെ സ്റ്റോർ റൂമിൽ വെച്ചിരിക്കും. അപ്പോൾ നൂറയ്ക്കടക്കമുള്ള മരുന്നെടുത്ത് കൊണ്ടുപോയി കൊടുക്കുന്നത് അനീഷായിരുന്നു ഇത്രയും ദിവസം. അപ്പോൾ അനീഷ് മരുന്നെടുത്ത് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് അത് സ്വീകരിക്കാതിരിക്കുന്ന നൂറയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾ എനിക്ക് മരുന്നെടുത്തുകൊണ്ട് തരണ്ട എന്നൊക്കെ നൂറ പറയുന്നുണ്ട്. അനീഷ് ആ സമയത്ത് ഞാനല്ലേ ഇതുവരെ എടുത്തുകൊണ്ട് തന്നിരുന്നത് എന്ന് പറയുന്ന രീതിയിൽ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തും തോന്നിയത് അങ്ങനെ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ കൊണ്ട് കൊടുക്കണ്ട, പ്രശ്നം തീർന്നില്ലേ. ഇതിൽ നൂറ ആസ് എ ഗെയിമർ നമ്മൾ നോക്കുന്ന സമയത്ത് ആദിലയുമായി അനീഷിനുള്ള ആ വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കണം മിക്കവാറും. അതുപോലെ ഷാനവാസിൻ്റെ ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടാവും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അനീഷിനടുത്ത് നൂറ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. ഒരു ഒറ്റയ്ക്ക് കളിക്കുന്ന ഗെയിമർ എന്നുള്ള അവസ്ഥയിലേക്ക് മാറേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ് നൂറയൊക്കെ സംബന്ധിച്ച്. ഇതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരാൾ ഷാനവാസാണ്. ഷാനവാസ് ആ ഒരു റൂമിലേക്ക്, ഇത് ബെഡ്റൂമിലാണ് ഈ ഒരു സംസാരം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് മുറിയിലേക്ക് കടന്നു വരുന്ന ഷാനവാസ് ആദ്യം അനീഷിൻ്റെ പക്ഷം പിടിച്ചാണ് സംസാരിച്ച് തുടങ്ങുന്നത്. പക്ഷേ പിന്നെ അത് മാറിയിട്ട് അനീഷിൻ്റെ ഓപ്പോസിറ്റ് നിന്ന് ആദിലേക്ക് നൂറയ്ക്കും വേണ്ടി സംസാരിക്കുന്നത് പോലെയായി മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഷാനവാസിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ചെകുത്താനും കടലിനും നടുക്ക് എന്ന് പറയുന്നത് പോലെയാണ്. പിന്നെ ഈ കോൺവെർസേഷൻ്റെ ഇടയ്ക്ക് നമുക്ക് ശ്രദ്ധിക്കാൻ രസകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അനീഷിൻ്റെ സംസാരത്തിലും വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. നൂറയും ആദിലയൊക്കെ സംസാരിക്കുന്ന സമയത്ത് അതങ്ങ് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറയുന്ന, നേരെ വീട്ടുകാരിലേക്ക് തിരിയുന്ന ആ ഷാനവാസിൻ്റെ ഒരു കോൺവെർസേഷൻ സ്റ്റൈൽ, പാറ്റേൺ, സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുന്നത് അത് അനീഷിലേക്ക് കൂടി കടന്നു വരുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോൾ. ആ സ്പേസിൽ നമ്മൾ ഷാനവാസിനെ നോക്കുകയാണെങ്കിൽ ആദ്യം അനീഷിന് വേണ്ടിയിട്ടും പിന്നീട് ആദിലയ്ക്ക് വേണ്ടിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് വാദിക്കുന്ന ഷാനവാസിനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിൽ ഷാനവാസിൻ്റെ ഒരു വലിയ പ്ലസ് പോയിൻ്റ് എവിടെ ഇരിക്കണമെന്ന് വെച്ചാൽ അയാൾക്ക് ഏറ്റവും കൂടുതൽ ഈ രണ്ട് പേരുടെ ഇടയിൽ നിൽക്കുന്നതിൽ അയാളുടെ ഒരു പിടിവള്ളിയായിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും, അതിപ്പോൾ ആദില നൂറയാണെങ്കിലും അതുപോലെ അനീഷാണെങ്കിലും ദേഷ്യം വരുന്ന സമയത്ത് പലതും വിളിച്ചു പറയും. പക്ഷേ അതിനുശേഷം അവർ തന്നെ അപ്പോളജൈസ് ചെയ്യും. ഇത് പെട്ടെന്നുണ്ടാകുന്ന ക്ഷോഭത്തിൻ്റെ പുറത്ത് സംസാരിക്കുന്ന കാര്യങ്ങളിൽ തെറ്റ് പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ തെറ്റായി മറ്റേയാൾക്ക് വേദനിച്ചു എന്നൊക്കെ തോന്നിക്കഴിയുമ്പോൾ ഇവർ പിന്നീട് ഇത് വന്ന് തിരുത്തുന്ന ആളുകളാണ്. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ അനീഷ് ആദ്യം ചൂടാവുന്നു, അതിനുശേഷം ചൂടായത് ശരിയല്ല എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് അയാൾ വരുന്ന സമയത്ത് നിന്നോട് ഞാൻ അന്നേരെ പറഞ്ഞാണ് നീ ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. അപ്പം ഞാനായിരുന്നു ശരിയെന്ന് പറയുന്നതും ഞാൻ പറയുന്നത് കേൾക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് അങ്ങോട്ട് പറയാനൊക്കെ ഷാനവാസിന് കുറച്ചും കൂടി സ്പേസ് കിട്ടുന്നുണ്ട്. നമ്മളിതിൽ ഷാനവാസിനെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ പുള്ളി അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് കളിച്ച് മുട്ടി നിൽക്കാൻ, എല്ലാവരോടും ഒറ്റയ്ക്ക് മുട്ടി നിന്ന് ജയിച്ച് കയറി വരാൻ പാകത്തിന് സ്ട്രാറ്റജികളുള്ളൊരു മനുഷ്യനോ അത് സക്സസ്ഫുള്ളായി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സ്ട്രോങ് പ്ലെയർ ആയിട്ട് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. അതേസമയം ആദില, നൂറ അവർ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവരുടെ ഒരു യൂണിറ്റിയുടെ പവർ ഉണ്ട്. രണ്ടുപേരും സ്ട്രോങ് ആയി വാദിക്കുന്ന ആളുകളാണ്. അനീഷ് ഒറ്റയ്ക്ക് കളിക്കുന്ന ഒരാളാണ്. ഇവരുടെ രണ്ടുപേരുടെയും ഒരു സപ്പോർട്ടോട് കൂടി ഇവരെ ഡീൽ ചെയ്യുന്ന, അവരെ ലീഡ് ചെയ്യുന്ന അങ്ങനെ ഒരു പൊസിഷനിൽ നിന്ന് പോകുമ്പോൾ ഷാനവാസ് ഓട്ടോമാറ്റിക്കലി കുറച്ചുകൂടി പവർഫുള്ളായിട്ട് മാറും ബാക്കിയുള്ള പ്ലെയേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ. കാര്യം പുള്ളിക്ക് ഇത്രയും ആളുകളുടെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഈ ഷാനവാസ് പ്രതീക്ഷിക്കാതെ സംഭവിച്ചു പോയൊരു പ്രശ്നമാണ് ആദിലയും അനീഷും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഈ സ്വരച്ചേർച്ചകൾ, അല്ലെങ്കിൽ അവർക്കിടയിൽ ഉണ്ടാകുന്ന വഴക്കുകൾ. ഈ വഴക്കിനെ ഇപ്പോൾ ഒന്ന് സെറ്റിൽ ചെയ്യുക, ഇവർ രണ്ടുപേരെയും എങ്ങനെയെങ്കിലും ഒന്ന് ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ നോക്കുക, ഇതായി തീർന്നിരിക്കുകയാണ് ഷാനവാസിൻ്റെ ഇപ്പോഴത്തെ ഗെയിം. ഇതിൽ ഷാനവാസ് രണ്ട് കൂട്ടരുടെയും അടുത്ത് പ്രയോഗിക്കുന്ന ഐഡിയാസ് ഉണ്ടല്ലോ, അത് ആക്ച്വലി പഠനവിധേയമാക്കാവുന്നതാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആദിലയുടെ അടുത്തും നൂറയുടെ അടുത്തും ചെന്നിരുന്ന് സംസാരിക്കുമ്പോൾ ബാക്കിയുള്ളവരുടെ കുറ്റങ്ങളാണ് പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ നമ്മളെ ആക്രമിക്കാൻ വരികയാണ്, ഞാൻ നിങ്ങളെ സംരക്ഷിക്കുകയാണ്. ഇത് അവരുടെ ഉള്ളിൽ ഓൾറെഡി ഉണ്ടാവാൻ സാധ്യതയുള്ള ഈ അരക്ഷിതമായിട്ടുള്ള ചില ചിന്തകളൊക്കെ ഉണ്ടല്ലോ, ഇതിനെ വല്ലാണ്ട് സ്പാർക്ക് ചെയ്യുകയും ഇവരങ്ങനെ കൂടെ നിർത്തുകയും ചെയ്യുകയാണ്. എല്ലാവരും നമ്മളെ ആക്രമിക്കാൻ വരികയാണ്, എല്ലാവരും പ്രശ്നക്കാരാണ് എന്ന് പറയുന്ന ഒരു ഇമേജ് വളരെ സ്ട്രോങ് ആയി അവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നു. പക്ഷേ അനീഷിനെ ഡീൽ ചെയ്യേണ്ടത്, അനീഷിനടുത്ത് നീ എൻ്റെ ഫ്രണ്ടാണ്, സൗഹൃദത്തിൻ്റെ ആഴം, പരപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂടെ നിർത്തുക, ഏത് കാര്യം വന്നാലും ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുന്ന ആ ഒരു ഫീൽ കൊടുത്തിട്ടാണ്. ഇതിൽ ഈ ആദിലയുടെ അടുത്തും നൂറയുടെ അടുത്തും ഷാനവാസ് ഇറക്കുന്ന എല്ലാ ഐഡിയയും ഒരുവിധം ഏൽക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് രണ്ടുപേരും, പ്രത്യേകിച്ച് ആദില, ഈ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ആളാണ്. പ്രവർത്തിക്കാനുള്ളത് മുഴുവൻ പ്രവർത്തിച്ച് കഴിഞ്ഞ് മുഴുവൻ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നീട് ആരെങ്കിലും ആദില തണുത്തിരിക്കുമ്പോൾ ചെന്ന് ഉപദേശിക്കുകയാണെങ്കിൽ അയ്യോ എന്ന് പറയുന്ന ഒരു റിയലൈസേഷൻ വരുന്ന ഒരു ക്യാരക്ടറാണ്. അതേസമയം അനീഷിൻ്റെ അടുത്ത് ഇവരുടെ അടുത്ത് എടുക്കുന്ന ആ അടവ് ഏൽക്കില്ല. കാരണം അനീഷ് ചിന്തിച്ചതിന് ശേഷം പ്രവർത്തിക്കുന്ന ആളാണ്. ആദില, നൂറ അവർ പ്രവർത്തിച്ചതിന് ശേഷമാണ് ചിന്തിക്കുക. അപ്പോൾ ആദിലെ നൂറയും മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിപ്പിച്ചെടുക്കുന്നത് പോലെ അനീഷിനെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റില്ല. ലാലേട്ടൻ്റെ മുമ്പിൽ ഒന്നാളാകാം എന്നൊക്കെ വിചാരിച്ച് ഈ ഫ്രണ്ട്ഷിപ്പിനെ
കുറിച്ച്. ഫ്രണ്ട്ഷിപ്പ് ഭയങ്കരമായിട്ട് വർക്കായി, എല്ലാവരും സ്വീകരിച്ച് കഴിഞ്ഞു എന്നൊക്കെയാണ് ലാലേട്ടൻ്റെ വർത്തമാനത്തിൽ നിന്ന് ഷാനവാസ് മനസ്സിലാക്കിയിട്ടുണ്ടാവുക. ആ ഓവർ കോൺഫിഡൻസ് എല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഷാനവാസ് അനീഷുമായിട്ടുള്ള സൗഹൃദം ഉണ്ടാക്കിയതിനെ കുറിച്ച് ലാലേട്ടനോട് പറയുന്നത്. ഞാൻ എൻ്റെ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് അവനെ എൻ്റെ വഴിക്ക് കൊണ്ടുവന്നു എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നത്. ഇത് ആക്ച്വലി ഭയങ്കരമായിട്ട് അനീഷിനെ പോലെ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരാളെ അലേർട്ട് ചെയ്യും. അവിടെ മുതൽ അനീഷിൻ്റെ ഗെയിമിൽ ഒരു ശക്തമായിട്ടുള്ള മാറ്റം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ആദിലയോടും ഷാനവാസിനോടുമുള്ള അയാളുടെ ആറ്റിറ്റ്യൂഡിൽ നമുക്കിത് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഷാനവാസ് ഈ രണ്ട് കൂട്ടരെയും ഡീൽ ചെയ്യുന്നത് തന്നെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ അനീഷിനെ കുറിച്ച് ഇവർക്ക് കൊടുക്കുന്ന, ആദിലയ്ക്കും നൂറയ്ക്കും കൊടുക്കുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത്, അയാളുടെ സൗഹൃദം ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ചു തരാം, അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നീക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ. അതുപോലെ ഈ നെവിൻ്റെ വിഷയം വന്ന സമയത്തും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത് എന്ന് പറയുന്ന, ഞാനാണ് നിങ്ങളുടെ വിജയണ്ണൻ എന്ന് പറയുന്ന ഒരു ഇമേജ് ഉണ്ടാക്കി കൊടുക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. അതേസമയം അനീഷിനോട് പറയുന്നത്, ഞാൻ നിനക്കെല്ലാം നേടിത്തരാൻ വേണ്ടിയിട്ട്, ഇപ്പം ആ കോയിൻ്റെ കാര്യം വരുമ്പോഴും അത് ഞാൻ നിനക്ക് തരാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്, എൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത് എന്ന് പിന്നീടുള്ള കിച്ചണിൽ വെച്ചുള്ള വഴക്കിന് ശേഷം പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ കൊടുക്കാനാണെങ്കിൽ അത് കിട്ടുന്ന ഉടനെ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ നോക്കുള്ളൂ. പക്ഷേ ഷാനവാസ് അനീഷിനോട് പറയുന്നുണ്ട്, നീ എൻ്റെ അടുത്ത് നല്ല രീതിക്ക് നിൽക്കണം, നീ എന്നോട് ഞാൻ പറയുന്നത് കേൾക്കണം, എന്നാലേ എനിക്കത് നിനക്ക് തരാൻ തോന്നുള്ളൂ എന്നുള്ളതാണ്. അവിടെ നമുക്കൊരു മാനിപ്പുലേഷൻ്റെ എലമെൻ്റാണ് കാണാൻ പറ്റുക. കിച്ചണിൽ വെച്ച് ജിഷിനും ലക്ഷ്മിയും ഒക്കെ ആ സ്പേസിൽ നിൽപ്പുണ്ട്, അനീഷ് ഇപ്പുറത്തെ സൈഡിൽ നിൽപ്പുണ്ട്. ആ സമയത്താണ് ഷാനവാസ് പറയുന്നത്, അനീഷ് ഈ കൊയിൻ്റെ കാര്യത്തിൽ പിണങ്ങിയിരിക്കുകയാണ്, അതൊരു ഫണ്ണായിട്ട് കാണണ്ടേ എന്നൊക്കെയാണ്. അനീഷ് അതിനെതിരെ പറയുന്നത്, നിനക്കതിൻ്റെ മൂല്യം അറിയില്ല, അതുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നതെന്നാണ്. അപ്പോൾ ഷാനവാസിൻ്റെ റിപ്ലൈ ഇങ്ങനെയാണ്, ടാസ്കിൽ അനീഷിൻ്റെ അടുത്ത് എല്ലാവരും ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം പറഞ്ഞു. അതായത് ഈ ഫ്രണ്ട്ഷിപ്പ് കാരണം വീക്കാവുന്നു, ഒരു ഗ്രൂപ്പിലേക്ക് അനീഷ് ഫോളായി പോകുന്നുണ്ട്, അനീഷിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന ഒറ്റയാൻ പരിവേഷമൊക്കെ പോയി. അപ്പോൾ അത് കേട്ടതിന് ശേഷമാണ് അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ തുടങ്ങിയത് എന്നുള്ള രീതിയിൽ ഷാനവാസ് അത് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും ബോധിപ്പിക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് ഒരു ഡിസ്റ്റൻസ് ഇടാനാണ് അവൻ ഈ വഴക്ക് ഇത് പൊക്കിക്കൊണ്ട് വരുന്നത്, അല്ലെങ്കിൽ അത് ഫണ്ണായി കാണാവുന്നൊരു കാര്യമാണ് കൊയിൻ്റെ കേസ് എന്ന് ഷാനവാസ് പറയുമ്പോൾ, അനീഷ് ഇതിനെ ഓവർകം ചെയ്യുന്നത് ഭയങ്കര രസമായിട്ടാണ്. കാരണം എല്ലാവരും നിന്നെ എതിർത്ത് നിന്ന സമയത്ത്, നെവിൻ്റെ വിഷയത്തിൽ എല്ലാവരും നിനക്കെതിരെ നിന്ന സമയത്ത് ഞാൻ നിൻ്റെ കൂടെ നിന്നതാണ്. അപ്പോൾ എല്ലാവരും പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ ബിഹേവ് ചെയ്യുന്നത് എന്നൊരു വാദം നീ പറയരുത്. ഫ്രണ്ട്ഷിപ്പിൻ്റെ ആഴം നിനക്കറിയാമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അനീഷ് ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ കേട്ടിട്ട് നമ്മുടെ ഷാനവാസിൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, ഒരു ആർഗ്യുമെൻറ്റിൽ ഷാനവാസിന് നേരെ വരുന്ന കാര്യങ്ങളൊക്കെ ഷാനവാസ് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. അത് ചില സമയത്ത് പകയായിട്ട് മാറും, ചില സമയത്ത് മാനിപ്പുലേഷന് വേണ്ടിയിട്ട് അയാൾ ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കോൺവെർസേഷൻ്റെ ഇടയിൽ നിനക്ക് ഫ്രണ്ട്ഷിപ്പിൻ്റെ ആഴം അറിയാമോ, അതിൻ്റെ പ്രത്യേകത അറിയാമോ എന്നൊക്കെ ചോദിക്കുന്ന അനീഷിൻ്റെ ഈ ചോദ്യങ്ങൾ ഷാനവാസ് കീപ്പ് ചെയ്യുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോൾ ഉപയോഗിക്കാം. ആ കോൺവെർസേഷൻ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഷാനവാസ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഈ ഡയലോഗിലും അനീഷ് ആക്ച്വലി ഭയങ്കരമായിട്ട് അലേർട്ട് ആവേണ്ടതാണ്. നിന്റെ എല്ലാ കള്ളത്തരവും തുറന്നു കാണിച്ചവനാണ് ഷാനവാസ്, ഇതും ഷാനവാസ് തുറന്നു കാണിക്കും എന്നുള്ളതാണ്. അതായത് ആ ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് ഇവൻ എന്നോട് ഡിസ്റ്റൻസ് ഇടുന്നത് എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടായിരിക്കും ഇതും തുറന്നു കാണിക്കും എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആക്ച്വലി അനീഷിൻ്റെ എന്ത് കള്ളത്തരമാണ് ഷാനവാസ് അവിടെ പൊളിച്ചടുക്കിയിട്ടുണ്ടാവുക. മാക്സിമം പോയി കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ ആരുടെയും സൗഹൃദം വേണ്ടാന്ന് പറയുന്ന സെൻറ്റൻസിനെ ആയിരിക്കാം ഉദ്ദേശിക്കുന്നുണ്ടാവുക. പക്ഷേ എല്ലാ കള്ളത്തരവും തുറന്നു കാണിച്ചവനാണ് ഈ ഷാനവാസ് എന്നൊക്കെ പറയുമ്പോൾ അത് ഉണ്ടാക്കി വെക്കുന്ന ഒരു ഇമേജ് ഉണ്ട്. അതിൽ ഒരു പക്ഷേ പ്രൊവോക്ഡ് ആയിട്ട് നമ്മുടെ അനീഷിന് റിയാക്ട് ചെയ്യാമായിരുന്നു. പക്ഷേ അനീഷ് ഇതിനെ റിയാക്ട് ചെയ്തിരിക്കുന്ന രീതി അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ ചോദ്യമൊക്കെ വരുമ്പോൾ അനീഷിന് ഒത്തിരി കാര്യങ്ങൾ തിരിച്ചു പറയാനുണ്ട്. ഇപ്പോൾ ഷാനവാസിൻ്റെ കുറേ കള്ളത്തരങ്ങൾ ഞാൻ പൊളിച്ചു തരാം, നീ എന്നോട് കാണിച്ച സൗഹൃദം മുഴുവൻ ഇതൊക്കെ സ്ട്രാറ്റജി ആയിരുന്നില്ലേ, നീ ലാലേട്ടൻ്റെ മുമ്പിൽ വെച്ച് അങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ തുടങ്ങി അനീഷിന് വാദിക്കാൻ കുറേ ഉണ്ടായിരുന്നു. പക്ഷേ അനീഷ് വാദിക്കാതിരിക്കുന്നതിന് പിന്നിൽ കുറേ കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. നിൻ്റെ ഫ്രണ്ട്ഷിപ്പ് സ്ട്രാറ്റജി ആയിരുന്നു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ട്രാറ്റജിയിൽ വീണുപോയ ഒരാളായിട്ടായിരിക്കും ഇപ്പോൾ ഹൗസിലുള്ള ആൾക്കാർ. ഇവരെല്ലാവരും ഓൾറെഡി നോമിനേഷൻ്റെ സമയത്തൊക്കെ അനീഷ് ഈ ഷാനവാസിൻ്റെ സ്ട്രാറ്റജിയിൽ വീണ് പോയിട്ടുള്ള ആളായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സ്ട്രാറ്റജിയിൽ ഞാൻ വീണുപോയി എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നത് പോലെ ആയിപ്പോൾ. അങ്ങനെ അനീഷ് ഇത് എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഷാനവാസിൻ്റെ ഈ സ്ട്രാറ്റജിയിൽ വീണു എന്നുള്ളത്. ഇപ്പോൾ നോമിനേറ്റ് ചെയ്ത എല്ലാവരും പറഞ്ഞത് എന്താണ്, ഷാനവാസിൻ്റെ സ്ട്രാറ്റജി ജയിച്ചു എന്നല്ല, അനീഷിൻ്റെ സ്ട്രാറ്റജി ഫെയിലായി, അനീഷ് ആ ഫ്രണ്ട്ഷിപ്പ് ലോക്കിൽ വീണുപോയി, അനീഷിൻ്റെ ഗെയിം വീക്കായി. ഇതെല്ലാം അനീഷിനെ കുറ്റപ്പെടുത്തുന്നതാണെന്ന് ആലോചിക്കണം. അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് സ്ട്രാറ്റജിയാണ് നീ ഇറക്കിയത് എന്ന് ഷാനവാസിൻ്റെ അടുത്ത് അനീഷ് പറയുകയാണെങ്കിൽ ഞാൻ അതിൽ വീണുപോയി എന്ന് പറയുന്ന ആ തോൽവി സമ്മതിക്കൽ അവിടെ സംഭവിക്കും. രണ്ട്, ബിഗ് ബോസ് ഹൗസിലുള്ള ആളുകളൊക്കെ നോമിനേഷൻ്റെ ഭാഗമായും അല്ലാതെയും ഒക്കെ അനീഷിനെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞതുകൊണ്ടാണ് എനിക്കിത് മനസ്സിലായത്, സ്വയം മനസ്സിലാക്കാനുള്ള ശേഷി എനിക്കില്ലായിരുന്നു എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ അംഗീകരിച്ച് കൊടുക്കുന്നത് പോലെയാവും.
അപ്പോഴാണ് അനീഷിൻ്റെ സൈലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഈ വിഷയങ്ങളൊന്നും പറഞ്ഞല്ല ഇതിനെ എതിർക്കേണ്ടത്. അനീഷ് ഉപയോഗിക്കുന്ന വാക്കുകൾ നോക്കൂ. നിനക്ക് സൗഹൃദത്തിൻ്റെ മൂല്യം അറിയാമോ? നിനക്ക് ആ ഗിഫ്റ്റ് കിട്ടിയ കോയിൻ്റെ മൂല്യം എന്താണെന്ന് അറിയാമോ? അത് എന്നെപ്പോലൊരാൾക്ക് ഇവിടെ നിന്ന് ഇനി കിട്ടുമോ എന്നറിയില്ല എന്ന് പറഞ്ഞിട്ട് ആ മൂല്യത്തിലാണ് അനീഷ് കയറി പിടിക്കുന്നത്. ആ കോയിൻ വെച്ചിട്ടാണ് ഇയാൾ പ്രതിരോധിക്കുന്നത്. നിങ്ങൾ അനീഷ് പറയുന്ന മറുപടി തന്നെ നോക്കൂ. ഷാനവാസ് പറയുന്ന ഈ പറയുന്ന ഫ്രണ്ട്ഷിപ്പിൻ്റെ മൂല്യം സംഭവങ്ങളൊക്കെ ഷാനവാസ് ഒരു സൈഡിൽ നിന്ന് വാദിച്ചുകൊണ്ടിരിക്കും. അനീഷ് പറയുന്നത് ഞാൻ അന്നേ പറഞ്ഞു നമ്മൾ 2 ധ്രുവങ്ങളിലുള്ള ആൾക്കാരാണെന്ന്. അപ്പം നീ എന്താ പറഞ്ഞേ? എല്ലാം ഓക്കെ ആണെന്നല്ലേ? ജീവിതത്തിൽ ഒരുപാട് തവണ എനിക്കിങ്ങനെ വിശ്വാസവഞ്ചന നേരിടേണ്ടി വന്നിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെ വിശ്വാസവഞ്ചന നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ ഇതിനെ പ്രതിരോധിക്കുന്നത്. ഇപ്പോൾ അയാൾക്ക് കിട്ടിയിട്ടുള്ള സാധനങ്ങളുടെ മൂല്യം, ഫ്രണ്ട്ഷിപ്പിൻ്റെ മൂല്യം, ജീവിതത്തിൽ ഒരുപാട് വിശ്വാസവഞ്ചന നേരിട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരുപക്ഷെ ജീവിതത്തിൽ അയാൾ അത്തരം പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാകും. പക്ഷേ ഈ സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെയൊക്കെ ഈ മൂല്യം, അതുപോലെ സൗഹൃദത്തിൻ്റെ ആഴം, ആർദ്രത, ഇതുപോലെയൊക്കെയുള്ള വാക്കുകളും കാര്യങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് വെക്കുന്ന സമയത്ത് ഇയാൾക്ക് പ്രേക്ഷകരെ ബോധിപ്പിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അഥവാ ഷാനവാസിൻ്റെ സൗഹൃദത്തിൽ വിശ്വസിച്ച് പോയിട്ടുള്ള ആൾക്കാരും ഉണ്ടാവുമല്ലോ. ഈ പറയുന്ന സംഭവങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റിട്ടുള്ളത് ഒരു വഞ്ചനയാണ് ഷാനവാസിൻ്റെ ഭാഗത്ത് നിന്ന്. ഇത് കേൾക്കുമ്പോൾ ഡയറക്റ്റ്ലി ഷാനവാസ് എത്രത്തോളം ഇത് ഡീകോഡ് ചെയ്തെടുക്കുമെന്ന് അറിയില്ല. പക്ഷേ പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകൾ ഇതൊക്കെയാണ്. മൂല്യമുള്ളത്, ഞാൻ സൂക്ഷിച്ചു വെച്ചത്, എനിക്ക് നഷ്ടമായത്, എന്നെ വഞ്ചിച്ചത്, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഒരുപാട് തവണ ആവർത്തിച്ചുകൊണ്ട് അനീഷിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. സോ പ്രേക്ഷകരെ കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ആവശ്യം അയാൾക്കുണ്ട്. അതുപോലെ കണ്ടസ്റ്റൻസിനടുത്ത് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല എനിക്കിത് മനസ്സിലാവുന്നത്, എനിക്കിതൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതല്ലാതെ എൻ്റേതായിട്ടുള്ള രീതിയിൽ എനിക്കിത് ഡീൽ ചെയ്യാൻ അറിയാം എന്ന് കണ്ടസ്റ്റൻസിനടുത്ത് പറയാം. ഷാനവാസിനോട് നിൻ്റെ സ്ട്രാറ്റജിയൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, പക്ഷേ എനിക്ക് എൻ്റെ തോൽവി സമ്മതിക്കാതെ മറ്റൊരു സ്ട്രാറ്റജിയിലൂടെ ഇതിനെ തിരുത്താൻ അറിയാം എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അയാൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ ഒന്നും അല്ലാതെ ഡയറക്റ്റായിട്ട് നിൻ്റെ ഫ്രണ്ട്ഷിപ്പ് സ്ട്രാറ്റജി ഇതാണെന്ന് പറഞ്ഞ് ഷാനവാസിനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാവരും പറയും ഞങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രമാണ് അനീഷിന് ഇത് മനസ്സിലായിട്ടുള്ളത്, അല്ലെങ്കിൽ അനീഷ് ഫെയിലായി പോയെന്ന്. പക്ഷേ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളെ കൺവിൻസ് ചെയ്യുന്നതിനേക്കാളുപരി അയാൾ ഏറ്റവും അധികം കൺവിൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒന്ന് അയാളുടെ ഉള്ളിൽ തന്നെയുള്ളൊരു ഗെയിമറാണ്. തോറ്റുകൊടുക്കാൻ മനസ്സിലാത്ത, കാര്യങ്ങളെ മനസ്സിലാക്കുന്ന, ചിന്തിച്ച് പ്രവർത്തിക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലെയർ ഉണ്ട് അയാളുടെ ഉള്ളിൽ. ആ പ്ലെയറിനെ കൂടി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ ഈ രീതിയിൽ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ അനീഷിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡുണ്ട് മൊത്തത്തിൽ, അതായത് എനിക്കിതറിയാം, ഞാനിത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് എന്ന് പുള്ളി പല സിറ്റുവേഷൻസിലും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ദിവസത്തെ ജയിലിൽ അകപ്പെടുന്ന ആദിലയും അനീഷും തമ്മിലുള്ള കോൺവെർസേഷൻ്റെ ഇടയ്ക്ക് ഞാനാണ് ആ കോയിൻ എടുത്തുകൊണ്ട് പോയെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നത് എനിക്കറിയാം, അത് നീ തന്നെയാണ് എടുത്തിട്ടുണ്ടാവുക, നീ അല്ലെങ്കിൽ ഷാനവാസ് മാത്രമേ അത് എടുക്കുള്ളൂ, എനിക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, എനിക്കത് അറിയാമായിരുന്നു എന്നാണ്. ഇനി ഈ ഒരു സീസൺ തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ എപ്പിസോഡുകളിലൊന്നിൽ ഒരു ടാസ്ക് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് ആര്യനോട് ചോദിക്കുന്ന അനീഷിനെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് റൗണ്ടിൽ ആര്യൻ അങ്ങോട്ട് എന്ന് അനീഷിനോട് നീ ഇങ്ങനെ കളിക്കണം എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ നീ പറഞ്ഞു തരണ്ട, എനിക്കറിയാം എങ്ങനെ കളിക്കണം എന്നുള്ളത്, അത് അനീഷ് തിരിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ പേരിൽ ആര്യൻ ആ സമയത്ത് കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അനീഷ് അവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അനീഷിന് ആദ്യം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു സ്പേസ് വേണം. അതിന് ചിലപ്പോൾ സഹായം ചോദിച്ചു എന്ന് വരും. പക്ഷേ എങ്ങനെ കളിക്കണം എന്നുള്ളത് എനിക്കറിയാം, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, എനിക്ക് തീരുമാനമെടുക്കാൻ പറ്റും എന്ന് പറയുന്ന ആ ഒരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു ഫാക്ടറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടീംമേറ്റ്സ് എല്ലാവരും പറഞ്ഞതുകൊണ്ടാണ് ഷാനവാസിൻ്റെ സൗഹൃദം പൊള്ളയാണ് എന്ന് മനസ്സിലാക്കിയെന്നുള്ളൊരു ഇമേജ് അയാൾക്ക് പുറത്ത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്തായാലും ഇത്രയും ദിവസം കൊണ്ട് അനീഷിന് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, പുറത്ത് തനിക്കൊരു ഫാൻ ബേസ് ഉണ്ട്, അല്ലെങ്കിൽ പുറത്ത് തനിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ തയ്യാറായിരിക്കുന്ന പ്രേക്ഷകരുണ്ട് എന്നുള്ളത്. അതിപ്പോൾ അവിടെ വന്നിട്ടുള്ള ഗസ്റ്റുകളുടെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ നോക്കിക്കോളൂ, ജിയോ ഹോട്ട്സ്റ്റാറിൽ ഒരു കുട്ടിയുടെ വേഷം കെട്ടി ആ ബിഗ് ബോസ് ഹൗസിൽ സമയം സ്പെൻഡ് ചെയ്ത് കാണണം എന്ന ആളുകൾ ആഗ്രഹിക്കുന്ന ആ ഒരു വോട്ടിങ്ങിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് അനീഷാണ്. ലാലേട്ടൻ വരുമ്പോൾ പറയുന്ന കാര്യങ്ങൾ, വൈൽഡ് കാർഡ്സ് വന്നപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ട് അനീഷിന് കൃത്യമായൊരു ധാരണയുണ്ട് താൻ ഫൈനൽ വരെ പോകുമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ചെറിയ ചെറിയ വഴക്കുകളൊന്നും പിടിച്ചു പോയിട്ട് അനീഷിന് കാര്യമായിട്ടൊന്നും നേടാനില്ല. ഷാനവാസിനോട് ഡയറക്റ്റ് ഒരു ഫൈറ്റ് നിന്നിട്ട്, അതായത് ഒരു 1-on-1 ഫൈറ്റ് ആരുമായും ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത ഇപ്പോൾ അനീഷിനെ സംബന്ധിച്ചില്ല. ഇപ്പോൾ അവിടെ വളരെ വീക്കായി നിൽക്കുന്ന ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ട്. അതിൽ ജിസേലുണ്ട്, ഒനീലുണ്ട്, അഭിലാഷ് ഉണ്ട്, സാബുമാൻ ഉണ്ട്. ഇങ്ങനെ കുറച്ച് വീക്കായി നിൽക്കുന്ന, ഒരു പക്ഷേ പെർഫോമൻസ് കൊണ്ട് ഈ ബഹളം വെക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് വളരെ പിന്നിൽ നിൽക്കുന്ന ആദിലെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കുറേ അത്ര സ്ട്രോങ് അല്ലാത്ത പ്ലെയേഴ്സ് അവിടെ ഉണ്ട്, വളരെ വീക്കായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഒന്ന് ഔട്ടായി പോട്ടെ, 1-2 ആഴ്ചയ്ക്കുള്ളിൽ അവരും കൂടി അങ്ങ് പോകും. അത് കഴിയുമ്പോഴേക്കും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫൈറ്റുകളുടെ ആവശ്യം വരും. അനീഷ് ഈ പറയുന്ന ആർഗ്യുമെൻറ്റ്സ് എല്ലാം
ഇങ്ങനെ ഒരു ഫൈറ്റിന് വേണ്ടി കരുതി വെക്കുന്നതാവണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഷാനവാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ സൗഹൃദമാണെങ്കിലും പുറത്ത് തനിക്കുള്ള വോട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അനീഷിന് ഇപ്പോൾ ഒരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടാവും. ഇവരുടെ ഈ ഒരു സംസാരം വളരെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ചെറിയ കാര്യം, ഇതിനു വേണ്ടി നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെച്ച് മനുഷ്യൻ്റെ മനസ്സമാധാനം കളയല്ലേ എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്ന ലക്ഷ്മിയെ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും അനീഷിൻ്റെ ആ ഒരു സംസാരം, കോൺവെർസേഷൻ ഷാനവാസുമായിട്ടുള്ളത് അത് ഷാനവാസിന് കൊള്ളുന്നുണ്ട്, അല്ലെങ്കിൽ ഷാനവാസിനെ കൊണ്ട് ആ കാര്യം ചെയ്യിപ്പിച്ചെടുക്കാൻ അനീഷിന് പറ്റുന്നുണ്ട്. നീ ഒരു വിശ്വാസവഞ്ചകനാണ്, ചതിയനാണ് എന്നൊക്കെയുള്ള വാക്കുകളൊക്കെയാണ് ഇയാൾ ഉപയോഗിക്കുക. എന്തായാലും ഷാനവാസ് അനീഷിൻ്റെ ഈ സംസാരത്തെ തുടർന്ന് അയാളുടെ കയ്യിലിരുന്ന കോയിൻ, എനിക്ക് നിൻ്റെ സൗഹൃദവും വേണ്ട കോയിനും വേണ്ട എന്ന് പറഞ്ഞ് കോയിൻ ഇട്ട് കൊടുത്തിട്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ആ കോയിൻ കാണുന്ന സമയത്ത് അനീഷിൻ്റെ മുഖത്തൊരു ചിരിയുണ്ട്. ഒരു ഷെയ്ക്ക് ഹാൻഡ് തന്നിട്ട് പോ എന്ന് അനീഷ് പറയുന്നുണ്ട്. പിന്നീട് ഷാനവാസ് ഭക്ഷണം കഴിക്കുന്ന സമയത്തും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പ്രശ്നം കഴിഞ്ഞില്ലേ എന്നുള്ള രീതിയിലാണ് അനീഷ് സംസാരിക്കുന്നത്. പക്ഷേ ഷാനവാസ് പറയുന്നത് എല്ലാം ആ ഒരു സെൻസിൽ എടുക്കാൻ പഠിക്കണം, നിൻ്റെ ആ ഒരു കുരങ്ങ് സ്വഭാവം എന്നൊക്കെ പറയുന്ന സമയത്ത് അനീഷ് പറയുന്നുണ്ട് ഞാൻ ആ സ്വഭാവം മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പോഴാണ് ഷാനവാസ് പറയുന്ന ആ ഒരു ഷാനവാസിൻ്റെ ഈ പറഞ്ഞ ലാസ്റ്റ് വീക്കിലെ ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞതിനോടൊക്കെ സിമിലർ ആയിട്ടുള്ള ഒരു ഡയലോഗ് വരുന്നത്, നിന്നെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത് ഞാനാണ് എന്ന് പറയുന്ന ഒരു കാര്യം, നിനക്ക് സൗഹൃദത്തിൻ്റെ ആഴമറിയോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ ചോദിക്കുന്നുണ്ട്. അനീഷിനെ മാറ്റിയെടുക്കുകയാണ്, അനീഷിൻ്റെ സ്വഭാവം മാറ്റിയെടുക്കുകയാണ്, അനീഷിനെ ഞാൻ എൻ്റെ വഴിക്ക് കൊണ്ടുവരികയാണ്, എന്തോ നന്നാക്കി എടുക്കുകയാണ് എന്ന് പറയുന്ന ഒരു ഇമേജ് അനീഷിനടുത്ത് അയാൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. വീണ്ടും നമ്മൾ അനീഷിൻ്റെ വിഷയം വളരെ സ്ട്രോങ് ആയി കാണുന്നത്, അല്ലെങ്കിൽ അനീഷിൻ്റെ ഒരു സ്ക്രീൻ സ്പേസ് ഉള്ള സംഭവം നമ്മൾ കാണുന്നത് ജയിൽ ടാസ്കിലാണ്. ജയിലിലേക്ക് പോകാൻ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി നോമിനേറ്റഡ് ആവുന്നത് അനീഷും ആദിലയുമാണ്. അവർക്ക് ആക്ച്വലി സംസാരിക്കാനുള്ള ഒരു അവസരമായിട്ടൊക്കെ അതിനെ കാണാവുന്നതാണ്. അവർ ആ രീതിയിൽ അത് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ജയിലിലേക്ക് കയറിയ ഉടനെ താൻ കരുതിയ ചോക്ലേറ്റ് ആദിലയ്ക്ക് കൊടുക്കുന്ന അനീഷിനെ നമ്മൾ കാണുന്നുണ്ട്. അതിൽ റോങ് ആയിട്ട് എടുക്കേണ്ടതല്ല. ആസ് എ ഗെയിമർ അയാൾ നോക്കുമ്പോൾ ആദിലയോട് സംസാരിക്കുമ്പോൾ ആദില നമ്മൾ പറയുന്നത് ലിസൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദിലയോട് സ്നേഹം കാണിക്കണം, ആദിലേക്ക് അത് ഫീൽ ചെയ്യണം, ആദിലതിൽ വീഴുകയും ചെയ്യും. ഇതേ ടെക്നിക്കാണ് ഷാനവാസ് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അനീഷ് ആദിലയുമായിട്ടുള്ളൊരു കോൺവെർസേഷന് വേണ്ടി ആ ചോക്ലേറ്റ് അയാൾ അറിയാതെ ബാഗിലിരുന്നത് എടുത്തു കൊടുത്തതൊന്നുമല്ല, കരുതി കൂട്ടി തന്നെ കൊണ്ടുവന്നതാണ്. ആ ചോക്ലേറ്റ് ആദിലയ്ക്ക് കൊടുക്കുന്നു, അതിനുശേഷം ഇരുന്ന് സംസാരിക്കുന്നു. ആദിലയും നൂറയും അവരുടെ ലൈഫിൽ നടന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന സ്വപ്നത്തിനെക്കുറിച്ച് അയാൾ സംസാരിക്കുന്നു. ആ സമയത്ത് ഏറ്റവും ആദ്യം അത് കാണാൻ കാത്തിരിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരാൾ ഞാനാണെന്ന് പറയുന്നു. അതിലൊക്കെ ആത്മാർത്ഥതയുണ്ടാവും. പക്ഷേ ഒരു മോശം ആംഗിളിലല്ല പറയുന്നത്. ആദിലയുമായ ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കുക, സൗഹാർദ്ദപരമായ ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ആദിലെ എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് കൃത്യമായി അനീഷിന് മനസ്സിലായിട്ടുണ്ട്. ആദിൽ അതിൽ ഭയങ്കരമായിട്ട് കൺവിൻസ് ആവുന്നുണ്ട്. നമ്മൾ ആദിലയുടെ ക്യാരക്ടർ വീണ്ടും വീണ്ടും പറയുന്നത് അന്നേരം ഉണ്ടാവുന്ന ദേഷ്യത്തിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി, അത് ഏത് എക്സ്റ്റെൻറ്റ് വരെയും പോവാം. അങ്ങനെ ചെയ്ത് കൂട്ടിയതിന് ശേഷം പിന്നീട് ആരെങ്കിലും പറയുന്ന സമയത്ത് അതിൽ വീണ്ടും മാനിപ്പുലേറ്റഡ് ആയി പോകാനോ അല്ലെങ്കിൽ അതിൽ കൺവിൻസ്ഡ് ആയി ചിലപ്പോൾ കുറ്റബോധം തോന്നും, ചിലപ്പോൾ ചെയ്തത് കുറഞ്ഞു പോയെന്ന് തോന്നും. ഇങ്ങനെ ആരാലാണോ ഇവർ കൺവിൻസ്ഡ് ആക്കപ്പെടുന്നത് അയാളുടെ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് ആദില ഭയങ്കരമായിട്ട് വീണു പോകുന്നുണ്ട്. അവിടെയാണ് നമ്മൾ നൂറയും ആദിലയും തമ്മിലുള്ള കോൺവെർസേഷൻ നോക്കേണ്ടത്. അവർക്കിടയിൽ ഒരു വഴക്കുണ്ടാവുന്നു എന്നുള്ള രീതിയിൽ പുറത്തുള്ളവർ ആഘോഷിക്കുമായിരിക്കും. ആക്ച്വലി അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ സംസാരിക്കുകയാണ്. നൂറ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആദില ആവശ്യത്തിൽ കൂടുതലൊക്കെ ദേഷ്യപ്പെട്ടുകൊണ്ട് വളരെ മോശമായിട്ടൊരു കൺട്രോൾ പോകുന്ന രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നതെന്ന്. ആദില അപ്പോഴും ആദ്യം ഒന്നും ഇത് അംഗീകരിക്കുന്നില്ല. ആദില പറയുന്നത് അത് നിനക്ക് തോന്നുന്നതാ, ഈ ദേഷ്യം എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാത്തിലും എനിക്ക് ദേഷ്യമാണ്. അനീഷിൻ്റെ മാറ്റർ വരുന്ന സമയത്തും അനീഷിനെ എനിക്ക് ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ജയിലിൽ പോയി ചോക്ലേറ്റും കിട്ടി ഒരു 10 മിനിറ്റ് ഇരുന്ന് സംസാരിക്കുമ്പോഴേക്കും ആദില അനീഷിൻ്റെ അടുത്ത് ആണ് ഏറ്റവും കൂടുതൽ കമ്പനി നമുക്ക് തോന്നിപ്പോൾ. അവർ ആ രീതിയിലേക്ക് മോൾഡ് ആവുന്നുണ്ട് പെട്ടെന്ന്. അതുപോലെ ആദില വർക്ക് ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട ഇമോഷൻസ്, ഒന്ന് ദേഷ്യവും പിന്നൊന്നും പേടിയുമാണ്. എനിക്ക് അയാളെ ഇഷ്ടമല്ല, അയാൾ എന്നെ അനുസരിപ്പിക്കാൻ നോക്കി, ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അതായിരിക്കും വേണ്ടതെന്നൊക്കെ നൂറയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട്. നൂറയ്ക്ക് അത് കൊള്ളുന്നുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജയിൽ ടാസ്കിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരാലും നോമിനേറ്റ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ നൂറടക്കമുള്ള ആളുകൾ ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിലേക്ക് മനസ്സിലായിട്ടുണ്ട് തൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നമുണ്ട്. ലാലേട്ടൻ വന്നു കഴിയുമ്പോൾ ലാസ്റ്റ് വീക്കെൻഡിൽ അവർ മാപ്പ് പറയുന്ന സമയത്ത് ലാലേട്ടൻ പോയ ശേഷം ഷാനവാസിനോട് പറയുന്നത് നമ്മളെ പൊരിക്കും എന്ന് കരുതിയിരുന്നു എന്നൊക്കെയാണ്. അതായത് പേടി എന്ന് പറയുന്ന ഒരു കാര്യം ആദിലയുടെ ഉള്ളിലുണ്ട്. നമ്മളൊരു വീക്കിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാലും ലാസ്റ്റ് ലാലേട്ടൻ വരുന്നതിന് മുമ്പ് അത് സെറ്റിൽ ചെയ്യുക, സോറി പറയുക എന്നൊക്കെ പറയുന്ന ഒരു ഫീൽ അവരുടെ ഉള്ളിലുള്ളത് കൂടിക്കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ജയിലിലേക്ക് വരുമ്പോൾ ആദില അനീഷിൻ്റെ അടുത്ത് വളരെ നൈസായിട്ട് പെരുമാറുന്നത്. എന്തായാലും ആ വഴക്കിന് ശേഷം കിച്ചണിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ കഴുകിയ പ്ലേറ്റ് ഞാൻ തന്നെ കഴുകും എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന നൂറയും അത് സമ്മതിക്കാത്ത ആദിലയൊക്കെ കാണാൻ പറ്റും. ഇതിൻ്റെ ഇടയ്ക്ക് ഈ ജയിലിൽ നടക്കുന്ന ആ ഒരു കോൺവെർസേഷൻ, അനീഷും ആദിലയും പുറത്ത് അനുമോളും ഷാനവാസും നൂറയും ഒക്കെയുള്ള കോൺവെർസേഷനിൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ആദില അനീഷിനെ ഇടിക്കുകയോ അടിക്കുകയോ എന്തോ ചെയ്തിട്ടുണ്ട്. പുറം പൊളിയുന്ന പോലെ ഒന്ന് കിട്ടിയെന്നാണ് അനീഷ് പറയുന്നത്. അതിനുശേഷം ഒരു വാക്ക് വിളിച്ചു എന്നും പറയുന്നുണ്ട്. ആ വാക്ക് ഒരു തെറിവാക്കായതുകൊണ്ടായിരിക്കണമല്ലോ ബിഗ് ബോസ് അത് നമ്മളെ കേൾപ്പിക്കാതിരുന്നിട്ടുണ്ടാവുക. അപ്പോൾ തല്ലുക, തെറി വിളിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അത് 2 ആണുങ്ങൾക്കിടയിൽ ഉണ്ടാകുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്ന പോലെ
ആദിലയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതൊരു പ്രശ്നമാവണ്ടേ, അതിന് കൃത്യമായ നടപടി എടുക്കണ്ടേ, അനീഷ് അത് പരാതിപ്പെടണ്ടേ. എന്തായാലും വീക്കെൻഡ് എപ്പിസോഡ് വരികയാണ്. അപ്പോൾ ലാലേട്ടൻ ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുമെന്നും ചോദ്യം ചെയ്യുമെന്നൊക്കെ നമുക്ക് വിചാരിക്കാം. കഴിഞ്ഞൊരാഴ്ച ഉടനീളം ആദിലയുടെ ഭാഗത്തുനിന്ന് വളരെ മോശം പ്രതികരണങ്ങളാണ് പല കാര്യങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇടയ്ക്ക് അനീഷിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ നെവിൻ്റെ ഭാഗത്തുനിന്നും രസമുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞുവാവയായി വേഷമിട്ട് ബിഗ് ബോസ് ഹൗസിൽ നടക്കാനുള്ള ഒരു പ്രേക്ഷകർ തിരഞ്ഞെടുത്തിട്ടുള്ള ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ വോട്ടിംഗ് ആണ്. ആ വോട്ടിംഗ് അവർ എഴുതി കാണിക്കുന്ന സമയത്തും നമുക്ക് പുറത്തുള്ള അനീഷിൻ്റെ ആ ഒരു സപ്പോർട്ട് ഭയങ്കരമായിട്ട് കാണാൻ പറ്റും. അനീഷിന് കിട്ടിയത് 76% വോട്ടാണ്. തൊട്ട് പുറകിലുള്ള ആദിലയ്ക്ക് കിട്ടിയിട്ടുള്ളത് 24%. ആ ശതമാന കണക്കിൽ വ്യത്യാസം തന്നെ നോക്കൂ. അത്രയധികം ഒരു പ്രേക്ഷക പിന്തുണ അനീഷിന് കിട്ടി തുടങ്ങുന്നുണ്ട്. അത് അകത്തിരിക്കുന്ന അനീഷിനും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞുവാവയായിട്ട് ഇയാളെ മേക്കപ്പ് ഇട്ടതിന് ശേഷം അഭിലാഷും നെവിനും കൂടിയാണ് മേക്കപ്പ് ഇടുന്നത്. ആദ്യ സമയത്തൊക്കെ അക്ബർ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ മേക്കപ്പ് ഇട്ട് പുറത്തിറങ്ങിയ ശേഷം നെവിനും അനീഷും കൂടി ഉണ്ടാക്കുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. അനീഷിനെ ചുമ്മാ വിട്ട് കഴിഞ്ഞാൽ അനീഷ് എന്തെങ്കിലുമൊക്കെ കാണിച്ച് പോയേനെ. എനിക്ക് തോന്നുന്നത് നെവിൻ കൂടി ഉണ്ടായിരുന്നുകൊണ്ടാണ് അത് കുറച്ചും കൂടി രസമായത്. അവർ അടുക്കളയിൽ ചെല്ലുന്നുണ്ട്. ആ സമയത്ത് ലക്ഷ്മിയുടെയും ബിന്നിയുടെയും ഭാഗത്തു നിന്നുള്ള സംസാരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നെവിൻ അനീഷിൻ്റെ ചെവിയിൽ പറയുന്നൊരു കാര്യമുണ്ട്, നീ ഒരു കുഞ്ഞാവയാണ്, നിനക്കിപ്പോൾ എന്ത് വേണമെങ്കിലും കയറി എടുത്ത് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന്. അത് ആക്ച്വലി ഗെയിം പറഞ്ഞു കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നി. കുറേ കൂടി രസമായി കുറേ കൂടി വിഷയങ്ങൾ ഉണ്ടാക്കാൻ അനീഷിന് ആ സമയത്ത് പറ്റുമായിരുന്നു. എന്തായാലും 1 hour എപ്പിസോഡിൽ നമ്മൾ അങ്ങനത്തെ വിഷയങ്ങളൊന്നും കാണുന്നില്ല. നെവിൻ ആ അവസരം കിട്ടിയിരുന്നെങ്കിൽ നെവിൻ അത് പൊളിച്ചേനേയും തോന്നിയിട്ടുണ്ടായിരുന്നു ആ സംസാരം കേട്ടപ്പോൾ. പിന്നെ ഈ ഒരു എപ്പിസോഡിൽ സംഭവിച്ചിട്ടുള്ള പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു സ്പോൺസേഡ് ടാസ്ക് നടന്നിട്ടുണ്ട്. അതുപോലെ തലയിണ സൂത്രം എന്ന് പറഞ്ഞിട്ടൊരു ടാസ്ക് അവർ നടത്തിയിട്ടുണ്ട്. അതൊരു സീരിയൽ പ്രൊമോഷനായിരുന്നു. ആ സമയത്ത് ഞാൻ ഓർക്കുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു ഡയലോഗ് ഓർമ്മ വന്നത്. ഇപ്പോൾ അനുമോൾ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിവിടെ ബിഗ് ബോസിൻ്റെ ഇന്ന് പൈസ വാങ്ങിച്ച് നിൽക്കുന്നത് ബിഗ് ബോസിന് കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കാനാണ് എന്നുള്ള രീതിയിൽ. അത് ബിഗ് ബോസിനെ വെല്ലുവിളിക്കാനോ ബിഗ് ബോസിനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമമായിരുന്നോ അതോ പ്രേക്ഷകരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമമായിരുന്നോ എന്നെനിക്കറിയില്ല. പക്ഷേ ബിഗ് ബോസിന് അറിയാം എങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കണമെന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ അനുമോൾ ഇല്ലെങ്കിൽ, അനുമോൾ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മെയിൻ ഫ്രെയിമിൽ എവിടെയും വരുന്നില്ല. ബാക്കിയുള്ള ആളുകൾ ഉണ്ടാക്കുന്ന കണ്ടന്റുകൾ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. ഈ ഒരു എപ്പിസോഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആദില, അനീഷ്, ഷാനവാസ് എന്ന് പറയുന്ന ആളുകളാണ് അവിടെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നത്. വേറെയും ഗെയിമുമായിട്ട് കൂടുതൽ ഫ്രണ്ടിലേക്ക് വരുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അനുമോൾ ആക്ച്വലി കുറേ പിന്നിലാണ്. പക്ഷേ ഈ ഒരു സീരിയൽ ടീമിൻ്റെ പ്രൊമോഷൻ വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്ക്രീനിൽ ആവർത്തിച്ച് കണ്ടിട്ടുള്ളൊരു ഫേസ് അനുമോളുടെയാണ്. കുറേ ആളുകൾ കുറേ ക്ലിപ്പുകളൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അനുമോൾ അവിടെ പോയി നിന്ന് പറഞ്ഞു, ഇവിടെ നിന്ന് പറഞ്ഞു എന്നൊക്കെയുള്ള രീതിയിൽ. അതിലേക്കൊന്നും നമ്മൾ ഇൻഡെപ്ത് കടക്കുന്നില്ല. പക്ഷേ പോയിന്റ് ഇത്രയേ ഉള്ളൂ, ബിഗ് ബോസിന് അറിയാം എങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കണം എന്നുള്ളത്. അതൊരു നല്ല കണ്ടന്റ് ആയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ തീർച്ചയായും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ബിഗ് ബോസ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന സ്റ്റേറ്റ് ചെയ്യുന്നൊരു ഒരു കാര്യം എന്ന് പറയുന്നത് കണ്ടന്റ് ഉണ്ടാക്കാൻ വേറൊരാളുടെ സഹായം നമുക്ക് വേണ്ട. നിങ്ങൾ അവിടെ വെറുതെ നിന്നാലും നിങ്ങളെ കൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കിക്കാൻ ഞങ്ങൾക്കറിയാം, അതൊരു കണ്ടന്റാക്കി മാറ്റാൻ ഞങ്ങൾക്കറിയാം എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ലാലേട്ടൻ അടക്കം ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിഗ് ബോസിന് കണ്ടന്റ് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് അനുമോൾ അവിടെ നിൽക്കേണ്ട കാര്യമില്ല. അത് ആക്ച്വലി വളരെ പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ടും അതിനകത്ത് ഗെയിമോ ഗെയിമിൻ്റെ വാല്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ടും നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവിടെ നടന്നിട്ടുള്ളത് ക്യാപ്റ്റൻസി ടാസ്ക് ആണ്. അതിൽ ആളുകൾ നോമിനേറ്റ് ചെയ്യുന്ന സമയത്തുടനീളം നമ്മൾ ശ്രദ്ധിക്കുന്നത് ബിന്നിയെ എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങി എന്നുള്ളത്. ആക്ച്വലി നമ്മളും കഴിഞ്ഞൊരാഴ്ചയൊക്കെ വളരെ സ്ട്രോങ് ആയി ബിന്നി മുന്നോട്ട് വരുന്നത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ബിന്നിയെ പോലെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പോലെ ഫ്രണ്ടിലേക്ക് വന്നു നിന്ന് കളിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ലാത്ത, ഒരുപക്ഷെ അതിനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത ഒനിയിലും അഭിലാഷും ഒക്കെ ബിന്നിയെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങുന്നതും ഈ വീക്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അവർ രണ്ടുപേരും ബിന്നിയെ നോമിനേറ്റ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവർ മാത്രമല്ല വേറെ പല ആളുകളും ബിന്നിയെ നോമിനേറ്റ് ചെയ്യുന്നു. ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി വന്നിട്ടുള്ള ആൾ ബിന്നിയാണ്. ബിന്നിയും അക്ബറും ആര്യനുമാണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്നത്. അവിടെ നെവിൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ പ്രസക്തമായതുകൊണ്ട് അതുകൂടി നമുക്ക് പറഞ്ഞേ പറ്റുള്ളൂ. ഇവിടെ ഈ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഓരോ ആളുകളും ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണെങ്കിൽ എനിക്കിതിൽ ആരെയും നോമിനേറ്റ് ചെയ്യാൻ തോന്നുന്നില്ല എന്നുള്ളതാണ്. അതാണ് സത്യസന്ധമായി പറഞ്ഞാലുള്ള ഒരു കാര്യം. തമ്മിൽ ഭേദം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ കൂട്ടത്തിൽ കഴിഞ്ഞ ആഴ്ചകളെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം മുന്നോട്ട് വന്നിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിലാണ് നമ്മൾ ബിന്നിയെ അങ്ങനെ നോക്കി കാണുന്നത്. അക്ബറിൻ്റെ ഭാഗത്തു നിന്നും അക്ബർ വളരെ പൊട്ടൻഷ്യലുള്ള ഒരാളാണ്. ഇപ്പോൾ ജയിൽ ടാസ്ക് ഒക്കെ നടക്കുന്ന സമയത്ത് അയാൾ അവിടെ പോയി പാട്ടുകളൊക്കെ പാടുന്ന കേൾക്കുമ്പോഴും രസകരമായ ഒരു കാര്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അയാൾക്ക് പറ്റും. പക്ഷേ അയാൾ എവിടെയൊക്കെയോ ഭയങ്കരമായിട്ട് ഉള്ളിലേക്കും വലിയുന്നുണ്ട്. മാത്രമല്ല അയാളുടെ ഭാഗത്തുനിന്ന് വരുന്ന ടാസ്കുകളെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കത്തക്ക രീതിയിലുള്ളൊരു ഇമേജ് അയാളെക്കുറിച്ച് ആദ്യ ദിവസങ്ങളിൽ തന്നെ പല ആളുകളായി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടായിരിക്കാം അക്ബറിൻ്റെ ഗെയിം കുറേയും കൂടി വിസിബിൾ ആവാനുണ്ട്. ആര്യൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു ഗെയിം ചേഞ്ച് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ടാസ്ക് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ, അവസാനം വരെ അത് കംപ്ലീറ്റ് ചെയ്തെടുക്കാനുള്ളൊരു ശ്രമമൊക്കെ അയാളുടെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതിനുശേഷം അനുമോളുമായിട്ട് രാത്രിയുള്ള ഇവരുടെ ഒരു കോൺവെർസേഷൻ കാണിച്ചിട്ടാണ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. ആ സമയത്ത്
ആര്യൻ അനുമോളോട് പറയുന്നുണ്ട്, നീ പുറത്ത് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ്, പേഴ്സണലി എനിക്ക് അങ്ങനെയല്ല എന്ന്. പക്ഷേ അനുമോൾ പറയുന്നത് പേഴ്സണലിയും ഗെയിമിലും ഒക്കെ ഒരുപോലെ എന്നുള്ള രീതിയിലാണ്. അതാണ് അവരുടെ ആറ്റിറ്റ്യൂഡിലെ ഡിഫറൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ പുറത്തും അകത്തും ഒരേ ഗെയിം എടുക്കുക എന്ന് പറയുന്നത് അതിനെ വളരെ പേഴ്സണലായി കാണുക എന്ന് പറയുന്നത് അത്ര ഒരു നല്ല കാര്യമല്ലല്ലോ. പ്രത്യേകിച്ച് അനുമോൾ ഈ ഗെയിമിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പേഴ്സണൽ ലൈഫിലും അങ്ങനെയാണ് എന്നവർ വാദിക്കുന്നത് അത് അത്ര പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. ആൻഡ് എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന കോൺവെർസേഷൻ ഓഫ് കോഴ്സ് ഒന്നിയിലും അഭിലാഷും ഒക്കെ ചേർന്നിരിക്കുന്ന ഒരു കോൺവെർസേഷനാണ്. അതിൽ ഈ ലവ് ട്രാക്ക് വന്നു കഴിഞ്ഞാൽ ആണിനെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. അവളുടെ ഗെയിമാണത്, അതിൽ ആ ചെക്കൻ വീണുപോയി എന്നൊക്കെ പരിവേദനപ്പെടുന്ന ഒന്നിയിലിനെ നമുക്ക് കാണാൻ പറ്റും. ബേസിക്കലി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പരദൂഷണമാണ്. ഇതേ കാര്യം നമുക്ക് ബിന്നിയിലും കാണാൻ പറ്റും. പറയാനുള്ളത് മുഴുവൻ പറയാം, എന്നാൽ വല്ല തെളിവുണ്ടോ? തെളിവൊന്നുമില്ല. ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതായിരിക്കും, ഇതുകൊണ്ടത് അതായിരിക്കും എന്ന് പറഞ്ഞ് കഥകൾ മെനഞ്ഞ് ഒരാളുടെ വ്യക്തിത്വത്തിനെ ആക്ച്വലി തേജോവധം ചെയ്തതിന് ശേഷം ലാസ്റ്റ് പറയും അതൊക്കെ പിന്നെ അവരുടെ കാര്യം, നമ്മളെന്തിനാ ഇതിൽ ഇടപെടുന്നത് എന്നുള്ളതാണ്. പരദൂഷണം പറഞ്ഞിട്ട് കൈ കഴുകി കഴിഞ്ഞാൽ പരദൂഷണത്തിൻ്റെ കറ അത്ര പെട്ടെന്നൊന്നും പോകില്ല. നിങ്ങൾ ചെയ്ത ആക്ട് അപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. ആൻഡ് ഒനിയിലിനെയും അഭിലാഷിനെയും സംബന്ധിച്ച് അവർ ആദ്യ ദിവസങ്ങൾ മുതലേ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ പരിപാടി തന്നെയാണ്. അതൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഗെയിമായിട്ട് മുന്നോട്ട് വന്നാൽ നന്നായിരിക്കും എന്നാണ് പറയാനുള്ളത്. പക്ഷേ 50 ദിവസം കഴിഞ്ഞു, ഇനിയിപ്പോൾ അധികം സമയമൊന്നും ആർക്കും കൊടുക്കേണ്ട കാര്യമില്ല. നന്നാവാനുള്ളവരൊക്കെ ഇതിനോടകം നന്നായിട്ടുണ്ടാവണം, അല്ലാത്തവർ പോകേണ്ട സമയം അതിക്രമിച്ചു എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നിപ്പോൾ വീക്കെൻഡ് എപ്പിസോഡാണ്, ലാലേട്ടൻ വരാനുള്ള എപ്പിസോഡാണ്, ചില കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യാനും ചൂണ്ടിക്കാണിക്കപ്പെടാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ആഴ്ച പുച്ഛിച്ചതുപോലെ ക്യൂസ് മത്സരം നടത്തിയും അതുപോലെ ഓടിത്തൊട്ട് കളിപ്പിച്ചും ഒക്കെ ഇവരെ കളിയാക്കില്ല, അവഹേളിക്കില്ല, കുറച്ചും കൂടി സീരിയസ് ആയി ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമെന്നും സ്ട്രോങ് ആയിട്ടുള്ള എവിക്ഷൻ നടക്കുന്നു. എവിക്ഷൻ എന്ന് പറയുമ്പോൾ പാമ്പർ ചെയ്ത് സാരമില്ല മക്കളെ എന്ന് പറഞ്ഞ് വിടുന്നതിന് പകരം നിങ്ങൾ മര്യാദയ്ക്ക് കളിക്കാത്തതുകൊണ്ടാണ് നിങ്ങളെ പിടിച്ച് പുറത്താക്കുന്നത് എന്ന് പറയുന്നൊരു ഇമേജ് കൂടി കൊടുത്ത്, അങ്ങനെ കൊടുക്കാൻ സാധ്യത കുറവാണ്, എന്നാൽ പോലും അതവർ മനസ്സിലാക്കണം. ഈ ഗെയിമേഴ്സ് എല്ലാവരും മനസ്സിലാക്കണം, ഇനി മര്യാദയ്ക്ക് കളിച്ചില്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല. അതുപോലെ വീക്കായിട്ടുള്ള ഫേക്കായിട്ടുള്ള ആളുകളെല്ലാം പൊഴിഞ്ഞു പോകേണ്ട സമയമായി എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിനോടൊപ്പം വീക്കെൻഡ് എപ്പിസോഡ്സ് നമ്മൾ പ്രോപ്പർ ടൈമിൽ തന്നെ അപ്ലോഡ് ചെയ്യും കേട്ടോ. രാത്രി കണ്ടതിന് ശേഷം രാത്രി തന്നെ എക്സ്പ്ലനേഷൻ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അതിനിടയ്ക്ക് ശ്രദ്ധേയമായ ഒരു കമൻറ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വളരെ നല്ല ഉദ്ദേശത്തോടുകൂടി തന്നെ കമൻറ്റ് ചെയ്തതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മൂവീസൊക്കെ കാണാനുള്ളതുകൊണ്ട് വ്യാഴം വെള്ളി ദിവസങ്ങളിലെ ഈ ബിഗ് ബോസ് അനാലിസിസ് വൈകും എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ എന്തിനാ ആദ്യ ദിവസം പോയി സിനിമ കാണുന്നത്, റിവ്യൂ ഒക്കെ കണ്ടിട്ട് പോയാൽ പോരെ എന്ന് പറയുന്ന ഒരു നിഷ്കളങ്കമായ ചോദ്യം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് മറ്റൊരു ചാനൽ കൂടിയുണ്ട്, അവിടെ മൂവി റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ കണ്ടൻറ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ ആ നല്ല മനസ്സിന് നന്ദി കേട്ടോ. റിവ്യൂ ഒക്കെ കണ്ടിട്ട് പോകുക എന്നുള്ളതാണ്, അല്ലാതെ എല്ലാ പടത്തിനും കാശ് മുടക്കി ആദ്യത്തെ ദിവസം പോകുക എന്ന് പറഞ്ഞാൽ നഷ്ടക്കച്ചവടമാണ്. നല്ലൊരു ഉപദേശമായിട്ട് ഞാൻ അതിനെ എടുക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ റിവ്യൂ കണ്ടതിന് ശേഷം സിനിമ കാണുന്നതിനെക്കുറിച്ച് ആലോചിക്കും എന്ന് ഞാൻ, അല്ലെങ്കിൽ റിവ്യൂ ഒന്ന് കാണും എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ലാലേട്ടൻ വന്ന് തകർക്കട്ടെ എന്ന പ്രതീക്ഷകളോടുകൂടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.